കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പലരും വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നോട്. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, വിവാഹം കഴിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു പുരുഷനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ പയ്യനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ആ മനസ്സ്, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ കുറേ കാലം ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് വേർപെട്ടോ പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങും? കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഈ കുറ്റപ്പെടുത്തലുകളാണ് ഇപ്പോൾ എന്നെ വിട്ടുപോയി, അയാളിനി തിരിച്ചു വരുമോ, അയാളിനി എന്നെ ഇഷ്ടപ്പെടുമോ, ഇനി കല്യാണം കഴിക്കുമോ, ആ പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടുമോ, ആ പെൺകുട്ടി എന്തുകൊണ്ട് തിരിഞ്ഞു പോയി. ഏതൊരു കാര്യത്തിലും നെഗറ്റീവ് തോട്ട്സുകളാണ് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്. ഈ പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ കുറച്ച് ചിന്തകൾ, എന്തെങ്കിലും കുറച്ച്, നമ്മൾ ഇഷ്ടപ്പെട്ട പുരുഷനായാലും സ്ത്രീയായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരെക്കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതെന്താണ്? അത് അകന്നകന്ന് പോകാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ നമ്മളിലേക്ക് വരുന്നതിന്, തിരിച്ച് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കും. കാരണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഒരു മുഖവരിയാണ്, പിണങ്ങി പോവുമോ, അല്ലെങ്കിൽ വിട്ടിട്ട് പോവുമോ, അല്ലെങ്കിൽ വിവാഹം നടക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഒരു ചിന്ത ഇങ്ങനെ കോർത്ത് വെച്ചേക്കാണ്, ബോധ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത പറഞ്ഞു വെച്ചേക്കാണ്, നമ്മളെ വിട്ടുപോകും, നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും, ഇത് നടക്കില്ല, ഇത് പൂർണ്ണമാവില്ല, ഇതിലെവിടെയൊക്കെയോ തടസ്സങ്ങൾ വരുന്നുണ്ട്, ഇതിനെന്തൊക്കെയോ പ്രതിബന്ധങ്ങളുണ്ട് എന്ന്. മറിച്ച് നമ്മൾ ചിന്തിക്കുക, അതിനെ ഒരു തരത്തിലൊരു വശ്യപ്രയോഗം എന്ന് വേണമെങ്കിൽ കൂടെ പറയാം. നമ്മൾ സന്തോഷമായിട്ട് ഇഷ്ടപ്പെടുന്ന പുരുഷനെയോ അല്ലെങ്കിൽ സ്ത്രീയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആൺകുട്ടിയോ നമ്മൾ വശത്താക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങൾ ആ വ്യക്തിയിലെ ഗുണങ്ങളെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇരട്ടിയായിട്ട് നന്ദി പ്രയോഗത്തിലൂടെ പറയാൻ ശ്രമിക്കുക. ഒരുപാട് ഇഷ്ടങ്ങളോടെ നിങ്ങൾ സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലേക്ക് അതിനെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളത് മനസ്സിലിട്ട് കൂടുതൽ 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 ഇങ്ങനെ സന്തോഷത്തോടെ, ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ നിങ്ങളതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ എതിരിൽ നിൽക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരുടെ ഗുണങ്ങളെ നിങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കുമ്പോൾ നിങ്ങളിലേക്ക് അറിയാതെ ആ ടെൻഡൻസി വശ്യപ്പെടാൻ തുടങ്ങും. അതൊരു ലോജിക്കാണ്, ഒരു യൂണിവേഴ്സൽ നിയമമാണത്. അല്ലാതെ നമ്മൾ പേടിച്ച് പേടിച്ച് വിട്ടുപോകുമെന്ന് പേടിച്ചിരുന്നാൽ വിട്ടുപോകും, തീർച്ചയായിട്ടും വിട്ടുപോകും, ഉറപ്പാണ്. അപ്പോൾ പരസ്പര പൂരിതമായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു മാഗ്നറ്റിക് പവർ പോലെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാന്തം വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ നമ്മളിലേക്ക് കയറുന്ന പോലെ നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ പോസിറ്റീവായ ആ ഒരു ആകർഷണത്വം കൊണ്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെയും കൂടുതൽ കൂടുതൽ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ആകർഷണവൽക്കരിക്കാൻ തുടങ്ങുമ്പോൾ ആ തരംഗങ്ങൾ വീണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നമ്മളിലേക്ക് വലിക്കാൻ തുടങ്ങും. ആ രീതിയിലുള്ള ആ ഒരു സന്തോഷം, ആ ഒരു ചിന്തകളെ നമ്മൾ ചൂസ് ഹാപ്പിനെസ്, സന്തോഷം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കാം. ഈശ്വരനിൽ വിശ്വസിക്കുന്നവൻ സന്തോഷവാനാകുന്നു എന്ന് പറയുന്ന പോലെ നമ്മളുടെ വിശ്വാസങ്ങളെ നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആരാവാം? സന്തോഷവാനോ സന്തോഷവതിയോ ആകാൻ സാധിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയും ബുദ്ധിയും വിശ്വാസിയെ നയിക്കുന്നതിന്, മാർഗദർശിയാക്കുന്നതിനും സാധിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് സ്ത്രീയോ പുരുഷനോ പെൺകുട്ടിയോ ആൺകുട്ടിയോ, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാരായാലും അവരെ നമ്മൾ അട്രാക്ട് ചെയ്യേണ്ട അതിന് കുറേ ടെക്നിക്സുകളും കുറേ കാരണങ്ങളുണ്ട്. അതിനെ നമ്മൾ കൂടുതൽ കൂടുതൽ ആകർഷണത്വത്തോടു കൂടി തന്നെ നമ്മൾ പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ, നമ്മളുടെ ജീവിതത്തിലേക്ക് അത് പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന സ്ത്രീയോ പുരുഷനോ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അത് പലതരം ടെക്നിക്കുകളുണ്ട് അതിന് വേണ്ടിയിട്ട്. ഏതെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും.
പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ എന്ത് ചെയ്യണം? അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷെ എന്നാലും പറയും, ഞങ്ങളുടെ മനസ്സിലൊരു പേടി, എന്താണെന്നറിയില്ല, ഒരു പേടി. ആ പേടിയാണ് നിങ്ങളെ എന്താക്കുന്നത്, ഇതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഗുണഗണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നോക്കുക. ആ ഗുണങ്ങളെ നിങ്ങൾ പോസിറ്റീവ് വൽക്കരിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതൽ ഗുണങ്ങൾ കയറി വരാനും നിങ്ങളിലേക്ക് അവർ വശ്യപ്പെടാനും സാധ്യതയുണ്ടാകുന്നത്.